ഇപ്പോൾ ബി.ജെ.പി. നേതാവ് സന്ദീപ് വാചസ്പതി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ്, താങ്കൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രവർത്തിച്ചതാണ്. ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ ക്ഷമിക്കണം. താങ്കൾ തന്നെ ആയിരിക്കും അവിടുത്തെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ. അത് വെച്ച് താങ്കളുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എങ്കിൽ പോലും താങ്കൾക്ക് പരിചിതമാകുന്ന ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, അവിടേക്ക് മറിയ ഉമ്മനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുവാനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ആദ്യമേ തന്നെ എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി അത്തരത്തിലൊരു ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടൊന്നുമില്ല. അത് തീർച്ചയായും പാർട്ടിയുടെ ഉന്നത കോർ കമ്മിറ്റി അടക്കമുള്ള ഉന്നത നേതൃത്വങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് ആമുഖമായി പറയട്ടെ. പിന്നെ സ്വാഭാവികമായും UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് തന്നെയാണുള്ളത്. നമ്മൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലം മാറ്റി നിർത്തുന്നതിലോ വേറൊരാള് പുറത്തുനിന്ന് വന്ന് മത്സരിക്കുന്നതിനകത്തൊന്നും രാഷ്ട്രീയത്തിൽ അതൊരു അസാധാരണമോ പുതുമയുള്ള കാര്യവുമല്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനും പറ്റില്ല. മറ്റൊരു പാർട്ടിക്ക് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ശരിയായ നടപടിയുമല്ല. അതുകൊണ്ട് നമ്മൾക്ക് ആര് സ്ഥാനാർത്ഥി എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമുള്ള ഒരു മുന്നേറ്റമുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം. ആ മുന്നേറ്റം എന്നുള്ളത് ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ എല്ലാ അർത്ഥത്തിലും അത് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ഇവിടെ മുമ്പ് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ജോർജ് പൊടിപ്പാറയാണ് സംസാരിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ വലിയൊരു ആന്റി ഇൻകുംബൻസി നിലനിൽപ്പുണ്ട്. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച് മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ സജി ചെറിയാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആ മണ്ഡലത്തോട് പുലർത്തുന്ന ആ ഒരു നിലപാടുണ്ട്. നമുക്കറിയാം അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ചെങ്ങന്നൂരിന് കിട്ടേണ്ടതായ അർഹിക്കുന്ന യാതൊരു വിധമായ പരിഗണന നൽകാനോ ചെങ്ങന്നൂരിന് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ 3 ടേമായിട്ട് അദ്ദേഹം അവിടെ 2 ടേമായിട്ട് അവിടെ വിജയിക്കുന്നയാളാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അത്. ഇതേവരെ പക്ഷേ എന്താണ് ചെങ്ങന്നൂരിന് സ്വന്തമായി ഉള്ളത്? ചെങ്ങന്നൂരിന്റെ കൾ പരിഹരിക്കുന്നതിനോ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുന്നതിനോ എന്തിന് സാധാരണ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനോ പോലും സാധിക്കാത്ത ഒരു ജനപ്രതിയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം പ്രളയം തകർത്തെറിഞ്ഞ ഒരു നാടാണ് ചെങ്ങന്നൂര്. ചെങ്ങന്നൂരിന്റെ പുത്തലൂര്, പാണ്ടനാട്, മാന്നാർ തുടങ്ങിയ അപ്പർ കുട്ടനാട് പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലായി പ്രളയത്തിൽ വലിയ നാശനഷ്ടമുണ്ടായ ഒരു പ്രദേശമാണ് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി അടക്കം. ഇന്നും അവിടെ ആ മുനിസിപ്പാലിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ചെങ്ങന്നൂരിന്റെ ബൈപ്പാസിനെ സംബന്ധിച്ച് ഈ പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് ഒന്നും എങ്ങുമായിട്ടില്ല. ഇപ്പോഴും ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് പുതിയൊരു വീട് വെക്കുന്നതിനാവശ്യമായ സാങ്കേതിക തടസ്സങ്ങൾ അടക്കം വലിയ വലിയ വിഷയങ്ങൾ അവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ ഇതിനൊന്നും പരിഹാരം കണ്ടെത്താത്ത ഒരു നിലവിലെ ജനപ്രതിനിധിയാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു ജനവിരുദ്ധ വികാരം അത് ദേശീയ ജനാധിപത്യ മുന്നണി സഖ്യത്തിന് സഹായകരമാകുമെന്നാണ് ഞങ്ങളുടെ നിലപാട്. യെസ്, ഒപ്പം താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം 40,000-ന് മുകളിൽ വോട്ട് പിടിക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെങ്ങന്നൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി BJP-ക്ക് അവരുടെ വോട്ട് വിഹിതത്തിൽ ഇങ്ങനെ ക്രമമായൊരു വർധന സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തുള്ള വോട്ടുകളാണ് ഈ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുക എന്നത് നിർണായകമാണ്. ഇത്തവണ ഒരു ശക്തമായ ത്രികോണ മത്സര സാധ്യത അവിടെ കാണുന്നുണ്ടോ? ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എങ്കിൽ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന, കാരണം 70,000-ഓളം വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ നേടിയത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 48,000-ആയി ചുരുങ്ങിയെങ്കിൽ പോലും UDF-ന്റെ അക്കൗണ്ടിലേക്ക് 46,312 വോട്ടുകൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ്. അവിടെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി UDF-ന് ഉണ്ടെങ്കിലല്ലേ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കടക്കുകയുള്ളൂ സന്ദീപ് വാചസ്പതി? അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ സജി ചെറിയാൻ 70,000 വോട്ട് കിട്ടിയത് അത് UDF-മായി നടത്തിയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാകാം. സാധാരണ നേരത്തെ ശോഭന ജോർജ് അടക്കമുള്ളവർ മത്സരിച്ചപ്പോൾ UDF-ന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം M മുരളിയെ പോലെയുള്ള ഒരു നേതാവിനെ സജി ചെറിയാൻ സ്പോൺസർ ചെയ്തായിരുന്നു UDF-ന്റെയും സ്ഥാനാർത്ഥി എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഹരിപ്പാട്, ചെങ്ങന്നൂർ മണ്ഡലങ്ങൾ തമ്മിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ഉണ്ട്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അതിദുർബലനായ ഒരു CPI സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെ ആരും കേൾക്കാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
ഈ ബാർട്ടർ സമ്പ്രദായം അവരവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ചെങ്ങന്നൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നാൽ ആരാണ് അതിന്റെ ബെനിഫിഷ്യറി എന്നത് രാഷ്ട്രീയ കേരളം പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവർ ശക്തമായ ത്രികോണ മത്സരത്തിന് തയ്യാറാകാത്തത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്കതിൽ യാതൊരു ഭയവുമില്ല. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഹരിപ്പാട് ചെങ്ങന്നൂർ മണ്ഡലങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ബാർട്ടർ സമ്പ്രദായമുണ്ട്. സജി ചെറിയാന് വേണ്ടി കോൺഗ്രസിന്റെ വോട്ട് കൊടുക്കുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി CPIM ആണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. CPIക്ക് ആ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താതെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നാമമാത്രമായ മത്സരമാണ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷം നടത്തുന്നത്. അതേപോലെയാണ് സജി ചെറിയാന് വേണ്ടി ഇപ്പുറത്തും നടത്തുന്നത്. അപ്പൊ ഈ ഒരു സമ്പ്രദായം അതായത് ഈ ഹരിപ്പാടും ചെങ്ങന്നൂരും തമ്മിൽ കൃത്യമായ ഒരു ഡീൽ നടക്കുന്നു എന്നാണോ? തീർച്ചയായും ഹരിപ്പാടും ചെങ്ങന്നൂരും തമ്മിൽ വലിയ ഡീലാണ് നടക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയും സജി ചെറിയാനും തമ്മിൽ വ്യക്തിപരമായുണ്ട്, സംഘടനാപരവുമായുമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്നേ വരെ ആരാണ് ഹരിപ്പാട് കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയുടെ എതിരാളി എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ CPIക്കാണ് ആ സീറ്റ് കൊടുക്കുന്നത്. CPIMന്റെ കയ്യിലിരുന്ന സീറ്റാണ്. രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം അത് CPIക്ക് കൊടുക്കുകയും അവർ അതിദുർബലനായ സ്ഥാനാർത്ഥി അവിടെ നിർത്തുന്നു. ഇവിടെ സജി ചെറിയാനെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിശക്തമായ മത്സരം ചെങ്ങന്നൂരിൽ നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ആവശ്യവും. ജനാധിപത്യത്തിന് അഭിലഷണീയവും അത് തന്നെയാണ്. റൈറ്റ്. എന്തായാലും താങ്കളുടെ വാദം ശരിയാണോ എന്നറിയാൻ നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് വരെ കാത്തിരിക്കേണ്ടതായി വരും. ഇത്തവണയും ഒരു ദുർബലനായ സ്ഥാനാർത്ഥി ആയിരിക്കുമോ സജി ചെറിയാനെതിരെ മത്സരിപ്പിക്കുന്നത് എന്നതാണ് നമുക്ക്